10th ലെവൽ പ്രിലിംസിന് ചോദിച്ച മാത്സിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന പ്രിലിംസിനും ഈ മോഡൽ ക്വസ്റ്റ്യനുകളായിരിക്കും എന്താണ് ആവർത്തിച്ച് വരുന്നത്. അപ്പം അതിൽ തന്നെ ഏതാണ്ട് ശ്രേണികൾ തന്നിട്ടുണ്ട് കേട്ടോ. ആ ശ്രേണികൾ അപ്പം നമുക്ക് തരുന്നത് വെറും സംഖ്യാശ്രേണികളാകാം, സമാന്തര ശ്രേണികളാകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇവിടെ നോക്ക് 3, 7, 15, 31 എക്സെട്ര. ഓക്കെയാണ് ഇതിൻ്റെ അടുത്ത പദം ഇത്. അപ്പോൾ 3, 7, 15, 31 എക്സെട്ര. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ശ്രേണി കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട ഡിഫറൻസ് ആണ് നോക്കേണ്ടത് കേട്ടോ. അപ്പം 3ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ 4. 7ഉം 15ഉം ഉള്ള ഡിഫറൻസ് ചോദിച്ചാൽ എന്താ? 15 - 7 എത്ര? 8. 15, 31 തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ എത്ര? അത് 16 ഡിഫറൻസ്. 31 15 കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്ക്, ഈ ഡിഫറൻസ് 4, ഇത് 8, ഇത് 16. ഈ 4ഉം 8ഉം 16 തമ്മിലൊരു റിലേഷൻ നോക്ക്. 4ൻ്റെ ഇരട്ടിയാണ് എത്ര? 8. 8ൻ്റെ ഇരട്ടിയാണ് എത്ര? 16. അപ്പോൾ ഈ സംഖ്യയും അതായത് 31 എന്ന് പറയുന്ന സംഖ്യയും അടുത്ത് വരുന്ന സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 16ൻ്റെ ഇരട്ടിയായിട്ടുള്ള ആരായിരിക്കും? 32 ആയിരിക്കും ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിഫറൻസ് 32 ആണെങ്കിൽ ഈ സംഖ്യയോടൊപ്പം 32 കൂട്ടിയാൽ പോരെ. അപ്പോൾ 32 കിട്ടുമ്പം നമുക്ക് എത്ര കിട്ടും? ആൻസർ 63 കിട്ടും. ഇങ്ങനെയാണ് എന്ത് ഈ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ 63 കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തോണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബോർഡ് മാസാണ് കേട്ടോ. നമ്മൾ വിങ്കുലം ബോർഡ് മാസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബോർഡ് മാസിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ബ്രാക്കറ്റിലൊന്നുമില്ല, ഓഫിലൊന്നുമില്ല, പിന്നെ ആരാണ്? ഡിവിഷനാണ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യമേ സൈഡിലോട്ട് വല്ലതും എടുത്ത് എഴുതുക. ഭാഗം 2 × 6 - 20. അപ്പോൾ 8/2. അപ്പോൾ അതല്ലേ ഡിവിഷൻ ആദ്യം. അപ്പം 16 + 8/2 ചെയ്താൽ എത്ര? 4 × 6 - 20. ഓക്കെ ആണേ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 4 × 6 അല്ലേ. അപ്പം 16 + 6 4 എത്രയാണ്? 24. 24 - 20. ഇനി അത് കഴിഞ്ഞാൽ ആരാണ്? അഡീഷൻ ആണ് അല്ലേ, കൂട്ടണം. അപ്പം 16 24 കൂടെ കൂട്ടിയാൽ എത്ര? 40 ആണ്. 40 - 20 എത്ര? ആൻസർ 20 ഉത്തരം വരും. ഓക്കെ ആണേ. അപ്പം ഉത്തരം എത്രയാണ്? 20. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓർഡറിൽ വേണം നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യനാണ് 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരുമെന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എടാ ഈ പറയുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ എപ്പോഴും തുല്യമായിരിക്കും കേട്ടോ. അതിന് 60 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്താലോ 6 ആളുകൾ എത്രയോ ദിവസം കൊണ്ട് ചെയ്താലോ ഒക്കെ എന്താണ് അവർ ചെയ്തു തീർക്കേണ്ട ജോലിയുടെ അളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം പ്രവൃത്തിയിൽ എന്ത് ചെയ്യത്തില്ല? നമുക്ക് ഒരിക്കലും ലാഭം ഉണ്ടാവാൻ പറ്റത്തില്ല കേട്ടോ. ഈ പറയുന്ന പ്രവൃത്തി എല്ലായ്പ്പോഴും എന്താണ്? തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കടാ, 60 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, ആ ജോലി 6 ദിവസം കൊണ്ട് എത്രയോ ആളുകൾ ചെയ്തു തീർക്കുന്നു. അപ്പോൾ രണ്ടുപേരും ചെയ്യുന്ന ജോലി എന്താണ്? തുല്യമാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്? ആളുകളുടെ എണ്ണം. ഓക്കെയാണേ, അതായത് 6 ദിവസം കൊണ്ട് എത്ര ആളുകൾ ചെയ്തു തീർക്കുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാൻ 60 × 10 ഈ പറഞ്ഞ 6 ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ്? ഭാഗം 6. അപ്പോൾ ഇതും വെട്ടിപ്പോകുമ്പോൾ എത്ര? 10. 10 × 10 എത്ര? 100. ഓക്കെയാണേ. അപ്പം 6 ദിവസം കൊണ്ട് ഈ പറയുന്ന ജോലി ചെയ്ത് തീർക്കാൻ നമുക്ക് എത്ര പേര് വേണം? 100 പേര് വേണം. ഓക്കെയാണേ. എന്നാൽ 10 ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കുന്നത് എത്ര പേരാണ്? അത് 60 പേരാണ് 10 ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കുന്നത്. ഈ ജോലി 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ എനിക്ക് എത്ര പേര് അധികം വേണമെന്നാണ് അല്ലേ. ആകെ 100 പേര് വേണം. അപ്പോൾ ഈ 60ൻ്റെ കൂടെ എത്ര അധികം വന്നാലാണ് 100 ആവുന്നത്? ഒരു 40 പേര് കൂടെ വരുമ്പോഴല്ലേ 100 ആവുന്നത്. അപ്പോൾ എത്രയാണ് അധികം? 100 - 60 40 പേരാണ് അധികം. നമ്മുടെ അടുത്ത് അധികം എത്ര ആളുകൾ വേണമെന്നായിരുന്നു ചോദ്യം. ഓക്കെയാണേ, അല്ലാതെ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ വേണമെന്നല്ല ചോദ്യം. എത്ര ആളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ആൻസർ എത്ര വന്നേനെ? ആൻസർ 100 വന്നേനെ. ഓക്കെയാണേ. പക്ഷേ ഇവിടെ എന്താണ്? എത്ര അധികം വേണ്ടി വരുമെന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് ആൻസർ എത്ര വന്നത്? 40 ഉത്തരം വന്നത് കേട്ടോ. ഇനി നമ്മൾ നോർമൽ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? അപ്പോൾ ലാഭ ശതമാനമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെയാണ്. നഷ്ടശതമാനം ഇതുപോലെ തന്നെ കേട്ടോ. ലാഭം എന്നുള്ള സ്ഥലത്തെല്ലാം നഷ്ടമാക്കിയാൽ മതി. ലാഭം ഭാഗം വാങ്ങിയ വില × 100. ഓക്കെയാണേ, ഇത്രയേ ഉള്ളൂ സംഭവം. ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഭാഗം വാങ്ങിയ വില × 100. അപ്പോൾ ഇവിടുത്തെ ലാഭം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ലാഭം എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ലാഭം കണ്ടുപിടിക്കാൻ നമുക്കറിയാം, വിറ്റ വിലയിൽ നിന്നും ഏത് കുറച്ചാൽ മതി? വാങ്ങിയ വില കുറച്ചാൽ മതി. വിറ്റ വില മൈനസ് വാങ്ങിയ വില.
വിറ്റ വില എത്ര? 132 രൂപയാണ് വിറ്റത്. വാങ്ങിയത് എത്ര? 110 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ ലാഭം എത്ര? 22 രൂപയാണ് എന്ത് ലാഭം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 22 ഭാഗം, ഓക്കെ, അപ്പോൾ ലാഭം 22. വാങ്ങിയ വില എത്ര? 110 രൂപയ്ക്ക് വാങ്ങി. ഇൻറ്റു എത്ര? 100. ഈ പൂജ്യവും വെട്ടിപ്പോയി. 11 22 കൂടെ വെട്ടിയാൽ എത്ര വരും? 2. 2 ഗുണം 10 എത്ര? 20%. ആൻസർ എത്രയാണ്? 20%. സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനാണ് 2√2 + 3√2 - √8. ഇവിടെ നോക്കടാ, ഇവിടെ 2√2 ഉണ്ട് പ്ലസ് 3√2 - √8. ഓക്കെയാണ്. ഇതിൻ്റെ ആൻസർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ √8നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. √8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് √2 ഗുണം 2 ഗുണം 2 എന്ന് എഴുതി കൂടെ ഇതിൽ 2 ഗുണം 2 എത്ര? എനിക്ക് എന്ത് വേണം? √4 ഗുണം 2 എന്ന് എഴുതാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് √4 ഗുണം √2 എന്ന് എഴുതി കൂടെ. √4 എന്ന് പറഞ്ഞ ഉത്തരം 2 അല്ലേ? 2 ഗുണം √2 അത് എനിക്ക് 2√2 എന്ന് മാറ്റി എഴുതി കൂടെ. സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിക്കണം. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരേ സംഖ്യകൾ വെച്ച്, ഏതെങ്കിലും സംഖ്യകൾ വെച്ച് എന്താണ് നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിക്കോണം. ഓക്കെ, അപ്പം ഇവിടെ 2√2 കിട്ടി. അപ്പോൾ √8ന് വരെ നമുക്ക് എത്ര കിട്ടി? 2√2. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കൊടുക്കുക. 2√2 പ്ലസ് 3√2 മൈനസ് 2√2. 2√2 എന്ന് 2√2 പോയാൽ 2 വെട്ടി പോകത്തില്ല. ആൻസർ പിന്നെ എത്രയുള്ളടാ? 3√2 ആൻസർ ഇവിടുത്തെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ചോദിച്ചാൽ എത്രയാണ്? 3√2. സ്ഥിരം ക്വസ്റ്റ്യനാണിത്. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി. ഓക്കെയാണ്. അപ്പം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? 25. അവരുടെ ശരാശരി വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര? 13. ഇത്രയൊക്കെയാണ്. അപ്പം ശരാശരി കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആകെ വയസ്സുകൾ ഭാഗം എണ്ണം. ഓക്കെയാണ്. ആകെ വയസ്സ് ഭാഗം എണ്ണം, അതല്ലേ ശരാശരി വയസ്സ്. ഇതിൽ നിന്നും ആകെ വയസ്സ് സമം ശരാശരി ഗുണം എണ്ണം. ഈ നോർമലി പഠിച്ചു വെച്ചേക്കണം കേട്ടോ, അല്ലാതെ ഈ ഇക്വേഷനൊക്കെ നമ്മൾ വേറെ തോനെയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ ശരാശരി ഗുണം എണ്ണം. അപ്പോൾ ശരാശരി എത്രയാടാ? ശരാശരി 13, എണ്ണം എത്രയാണ്? 25. ഓക്കെ, കുട്ടികളുടെ എണ്ണം ഞാൻ ഇവിടെ 23 എഴുതിയിരിക്കുന്നത്. കുട്ടികളുടെ എണ്ണം എത്രയാണ്? 25. അപ്പം 13 ഗുണം 25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 325 കിട്ടി. അപ്പം കുട്ടികളുടെ ആകെ വയസ്സ് എത്ര കിട്ടി? 325. ആ കുട്ടികളുടെ കൂടെ ആരും കൂടെ വന്നു? ഒരു ടീച്ചർ കൂടെ വന്നു. ടീച്ചറുടെ വയസ്സ് നമുക്കറിയാമോ? അറിഞ്ഞുകൂടാ. അപ്പം ടീച്ചറുടെ വയസ്സ് കൂട്ടി ഭാഗം. ഓക്കെയാണ്. ഇപ്പം 25 കുട്ടികളും ടീച്ചറും കൂടെ ആകുമ്പോഴത്തേക്ക് പുതിയ ആകെ ആളുകളുടെ എണ്ണം എത്ര? 26. ഇതിൻ്റെ ശരാശരി 14 എന്ന് വന്നിരിക്കുന്നു. അപ്പം കുട്ടികളുടെ വയസ്സ് ടീച്ചറിൻ്റെ വയസ്സ് കൊണ്ട് കൂട്ടി. ഓക്കെ, അപ്പോൾ ആകെ തുക കിട്ടിയേ ഭാഗം എണ്ണം എത്ര? 26 സമം എത്ര? 14 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും 325 പ്ലസ് എക്സ് സമം 14 ഗുണം 26 എന്ന് എഴുതാം. 14 ഗുണം 26 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 364 എന്ന് കിട്ടും. ഈ എക്സ് ഇസ് ഈക്വൽ ടു 364 മൈനസ് 325 സമം എത്ര? 39. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ വയസ്സായിട്ടാണ് എടുത്തേക്കുന്നത്? ടീച്ചറുടെ വയസ്സായിട്ടല്ലേ എടുത്തേക്കുന്നത്. ആൻസർ എത്ര? സി 39. അടുത്ത ക്വസ്റ്റ്യനാണ് 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കാൻ പഠിക്കേണ്ടത്. അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ആദ്യം LCM കണ്ടുപിടിക്കണം. അതായത് ലെസ് ആകും. അപ്പോൾ 8, 12, 16ൻ്റെ ലെസ് ആകും. 8നെയും 12നെയും 16നെയും എന്താണ് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. അപ്പോൾ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 12ന് 6, ഇവിടെ 8. വീണ്ടും ഇവന്മാരെ 2 കൊണ്ട് ഹരിക്കാമല്ലോ. 2 ഇട്ട് ഹരിക്കുമ്പോൾ 2, 3, 4. ഇനി ഇത് മിനിമം 2 പേരെയെങ്കിലും ഹരിക്കാൻ പറ്റുമോ നോക്കണം. ഇപ്പോൾ 2, 3, 4നെയും പറ്റത്തില്ല അല്ലേ. പക്ഷേ 2നെയും 4നെയും 2 ഇട്ട് ഹരിക്കാം. അപ്പോൾ 1, 3, 4. ഓക്കെ, സോറി, 1, 3, 4 അല്ല, ഇവിടെ 2 ആണ്. 4നെയല്ലേ നമ്മൾ ഹരിച്ച. അപ്പം 2 കിട്ടി. അപ്പം ഇനി ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ വെളിയിലുള്ള ഈ അവസാനം വന്നില്ലേ, ഇനി 1നെയും 3നെയും 2നെയും ഹരിക്കാൻ 1 കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരിപാടി അവിടെ നിർത്തുക. ഇവരെ ഇത്രയും പേരും കൂടി ഇട്ട് ഗുണിക്കുക. 2 ഗുണം 2 4, 4 ഗുണം 2 8, 8 3 എത്ര? 24, 24 ഗുണം 2 എത്ര? 48. അപ്പോൾ LCM എത്ര കിട്ടി? 48 കിട്ടി. ഓക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയാണ് ഇത് 48. അപ്പം 49ന് എന്ത് ചെയ്യത്തില്ല? 8 കൊണ്ട് പറ്റത്തില്ല.
12 കൊണ്ട് പറ്റത്തില്ല, 16 കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ശിഷ്ടം എത്ര വരുന്നു എന്ന് നോക്കണം. ആ ശിഷ്ടം വരാൻ വേണ്ടി ഈ പറയുന്ന സംഖ്യയോട് ആ ശിഷ്ടം കൂട്ടിയാൽ മതി കേട്ടോ. LCMനോട് ആ ശിഷ്ടം കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ 5 ശിഷ്ടം വരുന്നു എന്ന് പറഞ്ഞാൽ 48 5 കൂട്ടുക. 6 ശിഷ്ടം വന്നിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? 6 കൂട്ടുക. ആ ഒരു റേഞ്ചിൽ അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ 48 + 3 49, 50, 51. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 51 വരും. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. ഈ ചോദ്യം എന്താണ്ട് നോക്കുമ്പോഴേടാ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്യാം. അപ്പം ഞാനിത് ചെയ്യുന്ന ഒരു മോഡൽ ഞാൻ പറഞ്ഞുതരാം. 2 and 1/2 + 3 and 1/4 - 4 and 1/5. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇപ്പം നോക്കടാ, 3 and 1/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 × 1/3 എന്നല്ല, 3 + 1/3 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 + 1/2 + 3 + 1/4 മൈനസ്, ഓക്കെയാണേ, ഇത് 4 + 1/5 എന്ന് എനിക്ക് എഴുതാമല്ലോ. എഴുതാം. ഈക്വൽ ടു, ഞാൻ വീണ്ടും എഴുതുവാണ്, 2 + 1/2 + 3 + 1/4. ഈ മൈനസ് ഇട്ടകത്ത് ഗുണിച്ച് കഴിഞ്ഞാൽ -4 - 1/5. ഇത്രയും ഓക്കെയാണ്, സംശയമൊന്നുമില്ലല്ലോ. ഇനി പൂർണ്ണസംഖ്യകളുണ്ടല്ലോടാ, അതായത് ഭിന്നസംഖ്യ അല്ലാത്തത്, അതിനെ എല്ലാത്തിനെയും അടുത്തടുത്ത് എഴുതുവാണ്. 2 + 3, ഇത് -4 അല്ലേ, -4. ഓക്കെ, + 1/2 + 1/4 - 1/5. ഓക്കെ, അപ്പോൾ എത്ര എഴുതിയല്ല? ഇവിടെ 2 + 3 എത്ര ആയിരും? 5. 5 - 4 പ്ലസ് ഇതിനകത്തുള്ളതാണ് നമ്മളിനി ചെയ്യേണ്ടത്. 5 - 4 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 1 ഉത്തരം അല്ലേ. അപ്പോൾ 5 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഉത്തരവും വരും. അപ്പോൾ ഇവിടെ 1/2 + 1/4. ആദ്യം 1/2 + 1/4 ചെയ്യാം. അപ്പോൾ ഞാൻ സൈഡിലോട്ട് ചെയ്യുവാണ്. 1/2 + 1/4 ക്രോസ് ചെയ്യുമ്പം 4 + 2 / 8. 6 / 8. 2 ഇട്ട് വെട്ടിയാൽ എത്ര? 3. 3 / ഓക്കെ, 6 / 8. അതവിടെ വെച്ച് ഒന്ന് കട്ടായി പോയി കേട്ടോ. 6 / 8. ഇപ്പോൾ 2 ഇട്ട് വെട്ടിയാൽ എത്ര വരും? 3 / 4 വരും. അപ്പോൾ ഇവിടെ 3 / 4 വന്നേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വന്ന്? 3 / 4. അപ്പോൾ ഞാൻ ഇതിന് പകരം 3 / 4 കൊടുത്തു. -1/5 അല്ലേ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര? 5 3 15 മൈനസ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ അറിയാമല്ലോ. 4 × 1 എത്ര? 4. 5 4 എത്ര? 20. 15 - 4 ചെയ്താൽ എത്ര? 11. 11 / എത്ര? 20. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മൊത്തത്തിൽ ആൻസർ എത്ര വന്നടാ? 11 / 20 വന്നു. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് 5 - 4 കിടക്കുവാണല്ലേ. 5 - 4 തന്നെ 1 അല്ലേ. 1 + 11/20. അതിന് 1 and 11/20 നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ എന്താണ് ആൻസർ? 88. ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. ഞാൻ ഈ ഒരു മോഡലാണ് ഈ കണക്ക് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്ക് എന്താണ്, ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യാണ്. ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര? അപ്പം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇതാണ്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 30h - 5.5 m. H മീൻസ് അവർ, M മീൻസ് മിനിറ്റ്. ഇവിടെ മോഡുലസ് ഇട്ടേക്കണം കേട്ടാ. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ചിലപ്പം ചെറുത് എന്ന് വലുത് കുറയ്ക്കേണ്ടി വരും. അപ്പം ചെറുതെന്നൊക്കെ വലുത് കുറയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് മോഡുലസ് ഓഫ് 30h - 5.5 m ഇടുന്നത്. അപ്പം നമുക്ക് എച്ച് എത്ര? 3 മണി 20 മിനിറ്റ് എന്നല്ലേ കിടക്കുന്നത്. അതിൽ അവർ എന്ന് പറഞ്ഞാൽ എത്ര? 3 ആണ്. മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 30 × 3 മൈനസ് 5.5 ഗുണം എത്ര? 20 എന്ന് ചെയ്യും. അപ്പോൾ 30 × 3 എത്ര നമുക്ക് കിട്ടി? 90 എന്ന് കിട്ടി. 5.5 × 20. ഇപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യുവാണ്. 55 × 2 0 1 5 10 1 11. അപ്പം 110 എന്ന് കിട്ടി. 110 ഈ പറയുന്ന 20ൻ്റെ ഒരു 0 കൊടുത്തപ്പം 1100. എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പം 110 എന്ന് വരുമല്ലോ. അപ്പം 110. അപ്പം 90 - 110. അപ്പം വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറച്ചാൽ 110 90 കുറയ്ക്കുമ്പോൾ എത്ര വരും? -20 എന്നല്ലേ വരുന്നത്. അപ്പം -20 മോഡുലസ് എടുക്കുമ്പോൾ എത്രയാണ്? 20 ആണ് ആൻസർ. അപ്പോൾ ആൻസർ എത്രയാണ്? 20 ഡിഗ്രി. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ കേട്ടോ. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട. അതാ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ വേറെ മോഡലൊക്കെ ഉപയോഗിക്കുന്നവർ ആ മോഡൽ തന്നെ ഫോളോ ചെയ്താൽ മതിയേ.
പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ നമ്മൾ പഠിക്കും. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കടാ, രണ്ടിൻ്റെയും ബേസ് തുല്യമായിരിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 5x - 1 ഇൻറ്റു 5⁻³ ഇൻറ്റു 5² = 3125. എന്നാൽ ഈ എക്സിൻ്റെ വില എത്രയെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ നോക്കടാ, ഈ 3125-നെ 5ൻ്റെ ടേംസ് ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5 × 5 എത്ര 25 വരും. 25 × 5 എത്ര വരും. അങ്ങനെ നമ്മൾ ചെയ്ത് പോകുമ്പം 5നെ 5 വട്ടം എഴുതി ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3125 കിട്ടും. അപ്പോൾ 5നെ 5 വട്ടം എഴുതി ഗുണിച്ചത്, അപ്പോൾ 5 × 5 × 5 × 5 × 5, അപ്പോൾ എത്ര 5. അപ്പോൾ അതിനെ ഷോർട്ടാക്കി നമുക്ക് 5⁵ എന്ന് എഴുതാമല്ലോ. ഇത്ര എഴുതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ 3125-നെ നമുക്ക് എന്ത് ചെയ്യാം, 5⁵5 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ മാറ്റി എഴുതുവാണേ. അപ്പോൾ 5⁻x - 1 ഇൻറ്റു 5⁻³ ഇൻറ്റു 5² = 5⁻5. അപ്പോൾ ഇതിൽ 5⁻x - 1 അവിടെ കേട്ടറാ ഇൻറ്റു ഇത് നോക്ക്, ഇത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോം അല്ലേ. അപ്പോൾ എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ. മുകളിലത്തെ രണ്ടും കൂട്ടി അതുപോലെ എഴുതിയാൽ പോരെ, 5 അതുപോലെ എഴുതി, 3 കൂടെ കൂട്ടി എത്ര 5 = 5⁻5. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് നോക്ക്, ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് തുല്യമാണല്ലേ. അപ്പം ബേസ് തുല്യമായതുകൊണ്ട് എന്താണ്, ഇപ്പം നമുക്ക് ഈ പറയുന്ന ഈ രണ്ടെണ്ണം ചെയ്ത് കിട്ടുന്ന ഉത്തരം ഇപ്പോൾ എന്താണ്, 5⁻x - 5 + 5 കിട്ടുന്ന ഉത്തരം 5⁵ അല്ലേ. രണ്ടിൻ്റെയും ഇടതുവശവും വലതുവശവും തുല്യമെന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടിൻ്റെയും ബേസ് തുല്യമാണ് എങ്കിൽ എന്താണ്, ഈ പറയുന്ന കൃത്യങ്കോ എന്ത് തന്നെയാണടാ, തുല്യമാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് x - 1 + 5 = 5 എന്ന് എഴുതാമല്ലോ. ഇതിൽ നിന്നും x - 1 + 5 ചെയ്താൽ x + 4 = 5. ഇതിൽ നിന്ന് x = 5 - 4 എത്ര, ഉത്തരം 1 വരും. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന ഉത്തരം ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ഉത്തരം എത്രയാണ്, 1 ഉത്തരം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെയാണ് ഇവിടെ എന്താണ്, നമ്മുടെ ബോർഡ് മാസമാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ് എന്ത്, ബോർഡ് മാസ്. അപ്പോൾ ഇവിടെ 7 പ്ലസ് ഭാഗം 8/4 ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 8/4 ചെയ്യുമ്പോൾ എത്ര വരും, 2 മൈനസ് 2 × 3 + 1. ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 7 പ്ലസ് 2 മൈനസ് 2 × 3 എത്ര, 6 + 1. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, അഡീഷൻ ആണല്ലേ. അപ്പോൾ 7 × 2 എത്ര, 9. 7 2 കൂടെ കൂട്ടുമ്പോൾ 9, ഒരു +1 കഴിയുമ്പോൾ എത്ര, 10. അപ്പം 10 - 6, ആൻസർ എത്രയാണ്, 4 ഉത്തരവായിട്ട് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി എത്ര, 4 ഉത്തരം കേട്ടോ. ഈ ചോദ്യം ഒത്തിരി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അവിടെ 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങ് പ്രായമുണ്ടായിരുന്നു. എന്നാൽ 2 വർഷം കഴിയുമ്പോൾ ഓക്കെയാണേ മത്തായിയുടെ പ്രായം ജോണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മത്തായിക്കും അങ്ങനെ ഒരു വയസ്സുണ്ട്, 3 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നിന്ന് 2 വർഷം കഴിഞ്ഞിട്ട് എന്നാണ് മീനിങ്. ഓക്കെയാണേ. അപ്പം ഞാൻ ഈ 3 വർഷം മുമ്പുള്ള ആരുടെ, ജോണിൻ്റെ വയസ്സ്, അപ്പോൾ എനിക്ക് ജോണല്ലേ ഇളയവൻ, അപ്പോൾ 3 വർഷം മുൻപ് ജോണിൻ്റെ വയസ്സ് ഞാൻ എത്രയായിട്ട് എടുത്ത്, എക്സ് ആയിട്ട് എടുത്ത്. അപ്പം ജോണിൻ്റെ അച്ഛനാണ് മത്തായി. അപ്പം മത്തായിക്ക് എന്താണ്, ജോണിൻ്റെ വയസ്സിന് 4 മടങ്ങ് പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര, 4x. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇപ്പോൾ ജോണിന് എത്ര വയസ്സായിരിക്കും, ജോണിൻ്റെ വയസ്സ് അന്ന് 3 വർഷം മുമ്പ് എക്സ് ആയിരുന്നു, അതിലൂടെ 3 കൂട്ടിയാൽ പോരെ. 3 വർഷം മുമ്പെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇപ്പോൾ എത്ര, 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. മത്തായിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ 4x-ൻ്റെ കൂടെ 3 വർഷമല്ലേ കൂടിയത്, അപ്പോൾ 3 വയസ്സ് കൂടിയിട്ടില്ലേ, ഇത്രയും ഓക്കെയാണ്. ഓക്കെ. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, 2 വർഷം കഴിയുമ്പോൾ, അപ്പോൾ ഇപ്പോഴത്തെ നിന്ന് 2 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 2 years ജോണിൻ്റെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ x + 3 അല്ലേ, അതിൻ്റെ കൂടെ 2 കൂട്ടി. അപ്പോൾ എത്ര, ജോണിൻ്റെ വയസ്സ് x + 5. മത്തായിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 4x + 3 അല്ലേ, അതിൻ്റെ കൂടെ 2 കൂട്ടി. അപ്പോൾ എത്ര,
4x+5. ഇങ്ങനെ വേണം നമ്മളെന്താണ് ഐഡിയ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആ 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. അപ്പം ജോണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ് മത്തായിയുടെ പ്രായം. അപ്പോൾ മത്തായിയുടെ പ്രായം നമ്മൾ ഓൾറെഡി എഴുതി. മത്തായിയാണ് മൂത്തത്, അവനൊന്നും ചെയ്യാൻ പോകരുത് കേട്ടോ. ഈക്വൽ ടു ജോണിൻ്റെ പ്രായം x+5. ഓക്കെയാണേ, അവൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രണ്ടും തുല്യമാണ് അല്ലേ. 3 മടങ്ങാകുമ്പോൾ രണ്ടും എന്താണ്, തുല്യമാകും. അപ്പോൾ ഇവിടെ നിന്നും 3x 3 കൊണ്ട് അകത്ത് ഗുണിച്ചു +15. ഇതിൽ നിന്ന് എക്സിൻ്റെ ടൈമിനില്ല ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന 4x - 3x = 15 - 5. 4x 3x പോയാൽ എത്രയാണ്, 1x. 15 5 പോയാൽ എത്രയാണ്, 10 ഉത്തരം. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 10 കിട്ടി. ഓക്കെ, എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്രയാണെന്നല്ലേ ചോദിച്ചത്. ഇപ്പോഴുള്ള മത്തായിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 4x + 3 അല്ലേ. മത്തായിയുടെ ഇപ്പോഴുള്ള പ്രായം 4x + 3 ഓക്കെയാണേ. അപ്പോൾ എക്സിന് പകരം ഞാൻ എത്ര കൊടുത്ത്, 10 കൊടുത്തു. +3 4 × 10 40 അല്ലേ. 40 + 3 43. അപ്പം മത്തായിയുടെ പ്രായം എത്ര വരും, ഓപ്ഷൻ ബി 43. ഈ ക്വസ്റ്റ്യൻ അടുത്ത സിമ്പിളാണ് കേട്ടോ. പ്ലസ് എന്നതിന് പ്ലസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. ഓക്കെയാണേ. മൈനസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. ഭാഗം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ മൈനസ് ആക്കണം. ഇൻറ്റു ആണ് തന്നേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഭാഗമാക്കണം. അപ്പം ഒന്നാമത്തെ 6 ഭാഗം 3 എന്നല്ലേ. ആ ഭാഗത്തിന് പകരം എന്ത് ചെയ്തടാ, മൈനസ് കൊടുത്തു. 3 പ്ലസിന് പകരം ഏതാണ് കൊടുക്കുന്നത്, ഇൻറ്റു 2 മൈനസിന് പകരം എത്രയാണ്, പ്ലസ്. ഓക്കെയാണേ. 8 ഇൻറ്റു അല്ലേ. ഇൻറ്റുവിന് പകരം എത്ര, ഭാഗം 4. ഇതിൽ നിന്ന് നമ്മൾ ഇനി ബോർഡ് മാസ് ചെയ്താൽ മതി. ബോർഡ് മാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം എന്താണ്, ഡിവിഷനാണ്. അപ്പോൾ 6 - 3 × 2 + 8 / 4 എത്ര, 2. ഇതിൽ നിന്ന് 6 - 3 × 2 എത്ര, 6 + 2. 6 - 6 പോയാൽ 0 അല്ലേ. 6 6 പോയി. പിന്നെ ആൻസർ എത്ര, 2 ഉത്തരം. അപ്പോൾ ആൻസർ എത്ര, ഓപ്ഷൻ എ 2. ഇനി ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേറെ ഒന്നുമില്ല. നമുക്ക് എത്ര, 7 10 6 13 5 16 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 9ാം പദം. ഇപ്പം നമുക്ക് എത്ര പദം തന്നിട്ടുണ്ട് എന്ന ശ്രേണി, 1 2 3 4 5 6 തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 7 8 9. ഓക്കെയാണേ. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാ നോക്കടാ, ഇവിടുത്തെ റിലേഷനാണ്. ഇപ്പം ഒന്നാമത്തെ സംഖ്യ 1 ഇടവിട്ട് 6. ഓക്കെ, 1 ഇടവിട്ട് 5. അപ്പോൾ 1 ഇടവിട്ട് എത്രയായിരിക്കും, ഇവിടെ 4 വരും. ഓക്കെ, 1 ഇടവിട്ട് ഇവിടെ എത്ര വരും, 4 വരും. ഓക്കെ, സോറിയുടെ അവിടെയല്ല 4 വരുന്നത്, ഞാൻ 1 ഇടവിട്ട് ഗ്യാപ്പ് വരച്ചത് മാറിപ്പോയതാണ് കേട്ടോ. ഒരു സെക്കൻഡ്. ഏഴ് 10 6 13 5 16 എക്സെട്ര. ഇപ്പോൾ സ്പേസ് ഇട്ട സമയത്തിൽ കൂടിപ്പോയി. 6 6 5. ഇപ്പം അടുത്ത സ്പേസ് 16 ആയല്ലേ. അപ്പോൾ അടുത്ത ഏതാണ്, ഇത്. അടുത്ത ഏതാണ്, ഇത്. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ 7 7 1 കുറച്ച് 6 6 1 കുറച്ച് 5. അപ്പോൾ 5 1 കുറച്ച് എത്ര, 4. നോക്കടാ, ഇനി 9ാമത്തെ ഇതാണല്ലേ. അപ്പം ഈ ഗ്യാപ്പ് നോക്കണ്ട. 4 1 കുറച്ച് എത്ര, 3 ഇവിടുത്തെ ആൻസർ. ഈ ഒരു റിലേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. അല്ലാതെ ഈ പറയുന്ന നടുക്കുള്ള ഇതൊന്നും കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. നമ്മളെന്താണ് ഇങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് തന്നെ എന്താണ് നമുക്ക് ഈ കണക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനാണ്. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഓക്കെയാണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതാ ഇങ്ങനെ ഇതങ്ങ് വരയ്ക്കണം. അപ്പം ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇതല്ലേ കിഴക്ക്. അപ്പോൾ ഇതാണ് കിഴക്ക്. അപ്പോൾ സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ നമ്മൾ വെറുതെ എന്ത് ചെയ്യുക, ഒരു 7 കിലോമീറ്റർ അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്ന രീതിയിൽ നമ്മുടെ വലത് താഴോട്ടാണ് വരുന്നത് അല്ലേ. വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെയാണ്, 4 കിലോമീറ്റർ. ഇനി അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബുക്ക് തിരിച്ചിട്ട് എന്താണ് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്ന പോലെ വിരൽ കാണിക്കണം. അപ്പോൾ വിരൽ കാണിക്കണം നമ്മുടെ വലത്തേ സൈഡ് എന്താണ്, ഇങ്ങോട്ടാണ്. വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെയാണ്. അപ്പോൾ ഇതല്ലേ ഒറിജിൻ പൊസിഷൻ.
അവിടെ നിന്നും ഇപ്പോൾ അയാൾ എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അവിടെ നിന്ന് ഇതാ ഇവിടെയല്ലേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ 4 അല്ലേ? ആണോ അല്ലേ? കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്, ഒരു ഈ പറഞ്ഞ ചതുരമാണ്. ചതുരത്തിൻ്റെ എതിർവശങ്ങളെല്ലാം ഇപ്പോഴും എന്താണ്, തുല്യമാണ്. അപ്പോൾ ഈ 4 കിലോമീറ്റർ എങ്ങോട്ടാണ് ഡയറക്ഷൻ നിൽക്കുന്നത്? തെക്കോട്ടല്ലേ? അവൻ തെക്ക് ഇതാ താഴോട്ടാണ്, സൗത്തിലോട്ടാണല്ലേ? അപ്പോൾ എന്താണ്, 4 കിലോമീറ്റർ തെക്കാണ് ആൻസറായിട്ട് വരുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 1 2 3 5 8 എക്സെട്ര. അടുത്ത പദം ഏത്? ഇവിടുത്തെ റിലേഷന് ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെയും കൂടെ കൂട്ടി. അപ്പോൾ 1 + 1 എത്ര? 2. അതാണ് മൂന്നാമത്തത്. ഓക്കെയാണ്. ഇനി ഈ 1ഉം 2ഉം കൂടെ കൂട്ടി 1 + 2 അതാണ് 3. അതാണ് ഇത് ആൻസർ. ഇനി അടുത്ത 2ഉം 3ഉം കൂടെ കൂട്ടി. അപ്പോൾ 2ഉം 3ഉം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 5. അതാണ് ഈ ആൻസർ. പിന്നെ 3ഉം 5ഉം കൂടെ കൂട്ടി, അതാണ് ഇത്ര? ഈ 8 ആൻസറായിട്ട് കിട്ടിയത്. ഇനി അടുത്ത ആരെയൊക്കെ തമ്മിൽ കൂട്ടണം? 5നെയും 8നെയും തമ്മിൽ കൂട്ടണം. 5നെയും 8നെയും കൂടെ തമ്മിൽ നമ്മൾക്ക് കൂട്ടി എത്ര കിട്ടും? 8 5 2 കൂട്ടുമ്പോൾ 10, 3 എത്ര? 13. ആൻസർ എത്ര? 13 ആൻസർ കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യനൊക്കെ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നമ്മൾ 3 സ്റ്റാർ 2 9, 4 സ്റ്റാർ 3 എത്ര? 13, 5 സ്റ്റാർ 4 എത്ര? 17. എന്നാൽ അടുത്ത 6 സ്റ്റാർ 5 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ 3 4 5 6, ഇവിടെ 2 3 4 5. ഓക്കെ, ഈ ഒരു പെയറിൽ ആൻസർ 9, ഈ ഒരു പെയറിൽ ആൻസർ 13, ഈ ഒരു പെയറിൽ ആൻസർ 17. ഈ 9ഉം 13ഉം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് 4ൻ്റെ ഡിഫറൻസ് ആണല്ലേ. അതുപോലെ 13ഉം 17ഉം തമ്മിൽ എത്ര ഡിഫറൻസ്? 4ആണ് ഡിഫറൻസ്. അപ്പോൾ അടുത്തതും തമ്മിൽ എത്ര ആയിരിക്കുമല്ലോ ഡിഫറൻസ്? 4 തന്നെയായിരിക്കുമല്ലോ ഡിഫറൻസ്. അപ്പം 17ൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി. ആൻസർ എത്ര? 21 വരും കേട്ടോ. സിമ്പിളായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യാം. ഇനി അടുത്തതാണ്, ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പം 4 മണി തന്നെ 4 0 0 അല്ലേ? അപ്പം നമുക്കറിയാം ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞു, മോഡുലസ് ഓഫ് 30 മൈനസ് 5.5 എം ആണ് അല്ലേ? അപ്പം 30 ഗുണം 4 മൈനസ് 5.5 ഗുണം 0 അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? 30 ഗുണം 4 എത്ര? 120 മൈനസ് 0. അപ്പോൾ എത്ര? 120. ആൻസർ 120 ഡിഗ്രി. സിമ്പിളായിട്ട് ആ ഉത്തരം കിട്ടും. വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് വെറും 1/2 സെക്കൻഡ് പോലും എന്താണ് ഈ കണക്ക് ചെയ്യാൻ വേണ്ടി എടുക്കത്തില്ല കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വളരെ എളുപ്പമായിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. 3:12 സമം x:60. ഓക്കെയാണേ. അപ്പോൾ ഇത് 3/12 x/60 എന്ന് എഴുതാം. ഈസ്റ്റ് വരില്ലേ? അപ്പോൾ ഇവിടെ നിന്നും എന്താണ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 60 അപ്പുറത്തുണ്ട് 3 ഗുണം 60 ഭാഗം 12. 60 ഭാഗം 12 ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 12 ഇട്ട് 5 വെട്ടാം. അപ്പോൾ 5 ഗുണം 3 എത്ര? 15. ആൻസർ ഓപ്ഷൻ ഡി 15. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ആൻസറുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഉത്തരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ മോഡൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് അടുത്ത ടൈമിനും വരുന്നത് കേട്ടോ.